ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC RRB. അപ്പൊ നമ്മുടെ പുതിയ SSCക്ക് പുതിയ വെൻഡർ ചേഞ്ച് ഒക്കെ വന്ന സമയത്ത് പുതിയ കൺസെപ്റ്റും പുതിയ ഒരു ടൈപ്പിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പുതിയ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയും. അപ്പൊ എന്താണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് സ്ക്യൂനെസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡിഗ്രി ഓഫ് അസിമെട്രി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ അറൌണ്ട് ഇറ്റ്സ് മീൻ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. ഡാറ്റ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതിൽ എങ്ങനെയാണ് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം സിമെട്രിക്കൽ ആണ് അല്ലെങ്കിൽ സിമെട്രിക്കൽ അല്ലെങ്കിൽ എത്രത്തോളം സിമെട്രിക്കൽ അല്ല എന്നുള്ളത് നോക്കുന്നതാണ് ഈ ഒരു സ്ക്യൂനെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശരിക്കും സിമെട്രിക്കൽ ആയിട്ടുള്ള ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെ പോകുന്ന ഡാറ്റ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം എക്സാക്ട്ലി ഇതിന്റെ മീനും മീഡിയൻ ഒക്കെ വരുന്നത് എവിടെയായിരിക്കും, എക്സാക്ട് നടുക്കായിരിക്കും. അപ്പൊ ആ നടുക്ക് വരുന്ന മീനിൽ നിന്നും എത്രത്തോളം വേരിയേഷൻസ് ആണ് ബാക്കിയുള്ളതിലോട്ട് വരുന്നത്, അത് നമ്മൾ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ ഇൻ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതില് ഗ്രാഫിക്കലി നമ്മൾ അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ വരയ്ക്കുന്ന ഗ്രാഫിനും ഒരു സിമെട്രി ഉണ്ടായിരിക്കും. അതായത് ചരിവൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ, ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മളൊരു മിറർ ഇമേജ് പോലെ കിട്ടുന്ന, നടുക്ക് കൊണ്ടുപോയിട്ട് നമ്മളൊരു വര വരച്ചാൽ ഒരു മിറർ ഇമേജ് പോലെ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് അവിടെ ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കുക. അവിടെ നമ്മൾ പറയും സ്ക്യൂനെസ് 0 ആണെന്ന് പറയും. അതായത് ചരിവൊന്നുമില്ല, ടിൽറ്റ് ഒന്നും വരാത്ത രീതിയിൽ സിമെട്രിക്കൽ ആയിട്ട് വരുന്നത്. അത് ഇങ്ങനെയാണ് ആ ഒരു ഫിഗർ വരുന്നത് കേട്ടോ. സിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇവിടുന്ന് തുടങ്ങി ഇതേപോലെ കൂടി 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 പിന്നെ അതേ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഇവിടെ നമുക്ക് ഫിഗർ എന്താണ്, ആ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ നടുവിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്താണ്, ഒരേപോലെ മിറർ ഇമേജ് പോലെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ സ്ക്യൂനെസ് 0 ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് മീഡിയനേക്കാളും മോഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ആൻഡ് ആ ഒരു ഫിഗർ വരുന്നത് ഇതേപോലെയാണ് ഫിഗർ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു ടിൽറ്റ് വരുന്നുണ്ട് അല്ലെ, ഒരു ചരിവ് കുറച്ച് ഇവിടെ ഇങ്ങനെ സ്വീപ്പായിട്ട് വരുന്നുണ്ട്. അതായത് റൈറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്, ഈ ഒരു സ്ക്യൂനെസ്, ആ ഒരു ചെരിവ് വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ടിൽറ്റ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പൊ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് മീഡിയനേക്കാളും മോഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് അടുത്തത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആവാന്ന് പറയുന്നത് നമുക്ക് മീനിന്റെ വാല്യൂ മീഡിയനേക്കാളും മോഡിനേക്കാളും കുറവാണെങ്കിലാണ് നമ്മുടെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വരാന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ടിൽറ്റ് വരുന്നതെങ്കിൽ, സ്ക്യൂനെസ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു 3 ടൈപ്പിലാണ് നമുക്ക് സ്ക്യൂനെസ് വരുന്നത്. അതായത് ഒന്നുകിൽ 0 സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സിമെട്രിക്കൽ ആയിരിക്കും ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ അതായത് റൈറ്റ് സൈഡിലാണ് ആ സ്ക്യൂനെസ് വരുന്നത്, അവിടെ നമുക്ക് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. മൂന്നാമത്തത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു ടിൽറ്റ് വരുന്നത്, അവിടെ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ഒരു ടിൽറ്റ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഫോർമുലേസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല വേറെയുണ്ട്, പക്ഷെ നമുക്ക് ചോദിക്കാറുള്ളത് ഈ ഒരു ഇക്വേഷൻ മാത്രം, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പം കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ആ സ്ക്യൂനെസിന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ്. ഫോർമുല ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ബേസിക് ഫോർമുല എന്ന് പറയുന്നത് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കാണാൻ നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ വാല്യൂ കാൾ പിയേഴ്സൺസ് മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
ഇനി ഇത് ഒരു മെത്തേഡാണ്, വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, അതിൽ നോക്കാം. അപ്പൊ ഇവിടെ സൈൻ ഓഫ് SK, ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ സിമ്പൽ സൂചിപ്പിക്കുന്നത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. അപ്പൊ വാല്യൂ 0 ആണെങ്കിൽ എന്താണ്, സിമെട്രി ആണ്, നമുക്ക് സ്ക്യൂനെസ് 0 ആണ്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് അല്ലെ, ലെഫ്റ്റിലോട്ടാണ് സ്ക്യൂനെസ് വരുന്നത്, ടിൽറ്റ് വരുന്നത്. അപ്പം അതേപോലെ തന്നെ എന്തുണ്ട്, മൂന്നാമത്തത് പോസിറ്റീവ് ആണോ എന്നുള്ളത്, പോസിറ്റീവ് സിമ്പിൾ ആണ് ഇതിന്റെ ആൻസർ വരുന്നതെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂനെസ് ആണ്, അവിടെ പോസിറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇതിന്റെ സിമ്പിൾ സൂചിപ്പിക്കുന്നത് ആ ഒരു ഡയറക്ഷനും, അത് എങ്ങോട്ടാണ് ടിൽറ്റ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ എന്നുള്ള ആ ഒരു ചരിവ് വരുന്നത് എവിടെയാണെന്ന് കാണിക്കുന്നു. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്, എത്രത്തോളം അത് ചരിവുണ്ടെന്നുള്ളതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അളവ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരു ഇക്വേഷൻ ആണ്, മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് മോഡ് കാണാൻ മോഡ് നമുക്ക് ഒന്നുകിൽ വാല്യൂ അറിയില്ല, മീനും മീഡിയൻ ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കാം. ഇനി അതല്ലെങ്കിൽ മോഡ് കണ്ടുപിടിക്കാൻ, അതായത് മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വരുന്ന വാല്യൂ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരേ റിപ്പീറ്റേഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് മോഡ് കാണുന്നത് ബുദ്ധിമുട്ടുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്, 3 × മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതല്ലെങ്കിൽ മോഡ് അറിയാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മോഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ 3 × മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു ചെറിയൊരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്, ഒരു ടേമും കൂടെ വരുന്നുണ്ട്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ CV എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് എന്നുള്ളതാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. അതായത് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് തരും, ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരൂല. എന്നിട്ട് നമ്മളോട് ഈ ഒരു സ്ക്യൂനെസിന്റെ വാല്യൂ കാണാൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഒക്കെ കാണാൻ പറയുമ്പോൾ അവിടെ നമുക്ക് അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇല്ലാത്തടുത്ത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് ഈക്വൽ ടു 60, മോഡ് ഇസ് ഈക്വൽ ടു 54, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 12, വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, മീനും മോഡും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, മീന് മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻ 60 മൈനസ് മോഡ് 54 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 6/12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 അഥവാ 0.5 ആണ് ആൻസർ വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ 0.5 എന്ന് പറയുമ്പം പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് സ്ക്യൂനെസ് ആണ് നമുക്ക് കിട്ടുന്നത്, ചോദിക്കുന്നില്ല. ആൻഡ് ആൻസർ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, 0.5 ആണ് നമ്മുടെ സ്ക്യൂനെസ് ഇവിടെ വാല്യൂ കിട്ടുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ വാല്യൂ കിട്ടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ മീൻ മീഡിയൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഡാറ്റ സെറ്റ് ആർ 30, 28 ആൻഡ് 5 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാലും പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാലും ഒരേ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ മീനും മീഡിയൻ ആണ്, നമുക്ക് മോഡ് തന്നിട്ടില്ല, മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് മോഡ് അറിയാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 3 × മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് 30 മൈനസ് മീഡിയൻ 28 ഡിവൈഡഡ് ബൈ 5 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 3 × 30 മൈനസ് 28 2/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 6/5 ആണ് വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കിട്ടുന്നത് 1.2 ആണ്, പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A data set has mean 42, median 44, standard deviation 4. Find skewness and state the type.
സ്ക്യൂനെസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കേട്ടോ. അതായത് സിമെട്രിക് ആണോ, സീറോ ആണോ, സീറോ സ്ക്യൂനസ്, പോസിറ്റീവ് സ്ക്യൂനസ്, നെഗറ്റീവ് സ്ക്യൂനസ്, 3 ടൈപ്പ് ആണ്. അത് ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ്. സിമ്പിൾ ആണ്. നമുക്ക് ഏതാണോ സിമ്പിൾ കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനസ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, സീറോ വാല്യൂ ആണെങ്കിൽ സീറോ സ്ക്യൂനസ്. അപ്പൊ ഇവിടെ നമുക്ക് മീനും മീഡിയനും ആണ് തന്നിരിക്കുന്നത്, മോഡ് അല്ല. സോ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു മീന് 42 മൈനസ് മീഡിയൻ 44 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 42 മൈനസ് 4 മൈനസ് 2 ആണ്, ഡിവൈഡഡ് ബൈ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6/4. മൈനസ് 6/4 എന്ന് പറഞ്ഞാൽ മൈനസ് 3/2 അഥവാ മൈനസ് 1.5 ആണ്. സോ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1.5 ആണ്. ഏത് ടൈപ്പ് ആണ്? നെഗറ്റീവ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ എന്ന് നമുക്ക് വീണ്ടും പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മീൻ വാല്യൂ ഓഫ് ഡാറ്റ ഇഫ് ഇറ്റ്സ് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ്? കണ്ട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് എന്ന് പറഞ്ഞാലും പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസും രണ്ടും ഒന്നാണ്. ഇറ്റ്സ് 0.25. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 6 ആൻഡ് മോഡ് ഈസ് 18. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീനിന്റെ വാല്യൂ ആണ്. അതായത് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് തന്നിട്ടുണ്ട് 0.25 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 6 ആണ്, മോഡ് 18 ആണ്. മീന് കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ മീനും മോഡും വെച്ചിട്ടാണ് എന്തുള്ളത്? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് ഉള്ളത് അല്ലേ? അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരേണ്ടത്? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് ഇസ് ഈക്വൽ ടു മീന് നമുക്കറിയില്ല മൈനസ് മോഡ് 18 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6 ആണ്. സോ സ്ക്യൂനസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസിന്റെ വാല്യൂ നമുക്കറിയാം 0.25. 0.25 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ദാറ്റ് മീൻസ് മീൻ മൈനസ് 18 ഇസ് ഈക്വൽ ടു 6/4 അഥവാ 3/2 എന്ന് പറയുമ്പോൾ 1.5 വരും. മീൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 18 അപ്പുറത്തേക്ക് പോകുമ്പോൾ 18 പ്ലസ് 1.5 19.5 ആണ് മീനിന്റെ വാല്യൂ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. അടുത്തത്, ഇൻ എ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സാം സ്കോർസ് ദ മീൻ ഈസ് 72, the median is 65 and the coefficient of variation is 25%. Find the Pearson's coefficient of skewness. നോക്കിക്കേ, നമുക്ക് മീന് തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്, പക്ഷെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്? അത് കണ്ടുപിടിക്കാൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. അത് 25%, 25 ആണ്, പെർസെൻറ്റേജ് 25 ആണ് അല്ലെ? 25% എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മീനും മീഡിയനും വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് കണ്ടുപിടിക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല, മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 72 ഇൻറ്റു 100 ആണ് 25 വരുന്നത്. 25 100ൽ 4 ടൈംസ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 72/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 വരും അല്ലെ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 18 ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മീനും മീഡിയനും ഉള്ള ഇക്വേഷൻ ആണ്. അപ്പൊ 3 ഇൻറ്റു മീന് 72 മൈനസ് മീഡിയൻ 65 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി 18. 3 18ൽ 6 തവണ 72 മൈനസ് 65 എന്ന് പറഞ്ഞാൽ 7/6 ആണ് അല്ലെ? 7/6 1.1666 എക്സെട്ര പോയിക്കൊണ്ടിരിക്കും. അപ്രോക്സിമേഷൻ കൊടുക്കുമ്പോൾ 1.17 ഈസ് ദ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. And next question, from a moderately skewed distribution of retail prices for men's shoes, it is found that the mean price is ₹20 and the median price is ₹17. If the coefficient of variation is 20%, find the Pearson's coefficient of skewness of the distribution. നേരത്തെ ചെയ്ത അതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുണ്ട്, മീന് തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം.
പിന്നെന്ത് ചെയ്യണം, മീനും മീഡിയനും വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആരെ കണ്ടുപിടിക്കണം, നമ്മുടെ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സും കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോംവർക്ക് ആയിട്ട് വെക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം, ആൻസർ എന്താണെന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഇതേപോലെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് സജഷൻസ് ഉള്ളത്, ഏതൊക്കെയാണ് ഇതേപോലെ പുതിയ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് ഏതാണെന്നുള്ള സജഷൻസും പറയാം. ആൻഡ് പുതിയ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് പുതുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നല്ല, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബാച്ചിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ RRB റെയിൽവേ റെഗുലർ ബാച്ച് ആണ് കേട്ടോ. അതായത് റെയിൽവേ എക്സാംസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും റെയിൽവേ എക്സാംസിന്റെ Tier 1 നമുക്ക് Tier 1 ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള സിലബസ് ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. പക്ഷെ ജനറൽ ആയിട്ട് വരുന്ന എല്ലാ സിലബസും ഹോൾ സിലബസും നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്, ഒരു റെഗുലർ ആയിട്ടുള്ള ലോങ് ടേമിലുള്ള ഒരു ബാച്ചാണ് RRB റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.